ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങൾ പരിശോധിച്ചാൽ വൻകിട വികസന പദ്ധതികളെല്ലാം കേരളത്തിൽ പൂർത്തീകരിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശപാത, ശ്രദ്ധേയമായ വിമാനത്താവളങ്ങൾ, വൈദ്യുതി നിലയം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാലും വലിയ നേട്ടമുണ്ടാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിലാണ് റോഡ് വികസനം, റോഡ്, പാലങ്ങൾ, ഇതെല്ലാം കേരളത്തിൽ വലിയ തോതിൽ പരിഗണന നൽകി കേരളം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ്റിന് സഹായകരമായി വന്ന ഘടകം കിഫ്ബിയുടെ പുനരുജ്ജീവനമാണ്. കിഫ്ബി പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷമായി. പക്ഷെ ആർക്കും അത് അറിയില്ലായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്തി കിഫ്ബിയെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. പല വൻകിട വികസന പദ്ധതികളും ബഡ്ജറ്റിനകത്ത് നിന്ന് ചെയ്യാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് ധനസമാഹരണം നടത്തുന്നതിനുള്ള നിലപാടാണ് കിഫ്ബി വഴി സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങൾ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും കേരളം ആകെ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ വികസന പ്രവർത്തനങ്ങളിലെല്ലാം കിഫ്ബി ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കിഫ്ബി ആവശ്യമായ വ്യവസ്ഥകളോടെ മുന്നോട്ട് പോവുകയാണ്. ഈ വികസനം തുടരാനുള്ള നിലപാടാണ്. ഇങ്ങനൊരു സമീപനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ കിഫ്ബിയെ തകർക്കുക എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് തുടർച്ചയായിട്ട് സ്വീകരിച്ചു വരികയാണ്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെയെല്ലാം ദുരുപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ ഈ വളർച്ചയെയും മുന്നേറ്റത്തെയും തടയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർ നടത്തിവരുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കിഫ്ബിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരായും നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, ഇവർക്കെല്ലാം എതിരായി ഇപ്പോൾ ED നോട്ടീസുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങൾ പ്രധാനമായിട്ടും പുറത്തു കൊടുത്തിട്ടുള്ളൊരു വാർത്ത EDയുടെ നോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരായും കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇവർക്കെല്ലാം എതിരായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം സാധാരണ നിലയിൽ ഉയർത്തിക്കൊണ്ട് വരാറുണ്ട്. അപ്പം ഇപ്പോഴുള്ള ED നോട്ടീസിൻ്റെ ഉദ്ദേശം കേരളം വലിയ തോതിൽ സ്വീകാര്യത നേടിയ കിഫ്ബിയെ തകർക്കുക എന്നതിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാറുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിലെ പാർട്ടിയുടെ CPIMൻ്റെ സെക്രട്ടറി ആയിരുന്നു. CPIMൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വേട്ടയാടുന്നതിനും എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു, എന്തെല്ലാം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. ആ പട്ടികയിലാണ് ഇപ്പോഴുള്ള EDയുടെ വേട്ടയാടൽ. ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ആ നിലയിൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് കേരളം മുന്നോട്ട് പോയത്. എല്ലാ ആരോപണങ്ങളും എല്ലാ ആക്ഷേപങ്ങളും ഉയർന്നു വരുമ്പോഴും എന്താ കരുത്തിൻ്റെ അടിസ്ഥാനം കൈ ശുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തെല്ലാം ശ്രമങ്ങൾ നടന്നു. കുടുംബത്തെ വേട്ടയാടി, അദ്ദേഹത്തെ തന്നെ ഒറ്റതിരിച്ച് ആക്രമിക്കാനുള്ള ശ്രമം നടത്തി. അതിനെല്ലാം അതിജീവിച്ചല്ലേ കേരളം മുന്നോട്ട് പോയത്. ഒരു നടപടിയും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും ഇവിടെ ED തന്നെ ഇവിടെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു. കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുത്തില്ലേ? കേരളത്തിന് മുമ്പുള്ള അനുഭവമല്ലേ. കോൺഗ്രസിൻ്റെ പല അറിയപ്പെടുന്ന നേതാക്കന്മാരും കോടതിയിൽ കേസിന് പോയില്ലേ? ഇതെല്ലാം കേരളത്തിന് മുമ്പുള്ള അനുഭവമാണ്.
അപ്പോൾ ഇതിനെയെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള EDയുടെ ഈ നിലപാടിനെയും കേരളം നേരിടുക തന്നെ ചെയ്യും. ഗവൺമെൻറ് നിയമപരമായും രാഷ്ട്രീയമായും ഈ പ്രശ്നങ്ങളെ നേരിട്ട് മുമ്പോട്ട് പോവുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ പ്രശ്നത്തെ കാണുന്നത് അങ്ങനെയാണ്. നിയമപരമായും രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളത് തന്നെയാണ്. നേരിടാൻ ജനങ്ങളുടെ മുമ്പിലുള്ള ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് ഈ നിലപാടുമായും ഈ നാടിൻ്റെ വികസനവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊരു പ്രശ്നം വന്നതല്ലെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതികരണം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ പത്രക്കാരെ വിളിക്കാൻ ഇടവന്നിട്ടുള്ളത്.